എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഈ ക്യാരറ്റ് കൊണ്ടൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ 2 ക്യാരറ്റൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു ക്യാരറ്റ് പായസം വെക്കാൻ ഓർത്തു. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമല്ലോ. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ 2 ക്യാരറ്റ് എടുത്തിട്ടുള്ള, ഒത്തിരി ഒന്നും വെക്കുന്നില്ല. നമുക്കിപ്പം ചൂടോടെ കുടിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞാൻ ഓർത്ത് 2 എടുക്കാം. 2 ക്യാരറ്റ് എടുത്തു. ഇനിയിപ്പം ഇതൊന്ന് കട്ട് ചെയ്ത് ചീകി ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് കഴുകി വെച്ചതാണേ. ഇനി ഇതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് വീണ്ടും കഴുകും. കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കിയായിരുന്നു പായസം. പക്ഷെ അന്ന് ഞാൻ ഒറ്റ ക്യാരറ്റ് എടുത്തുള്ളൂ, ഒരു ക്യാരറ്റ്. അന്ന് എല്ലാവർക്കും കുടിക്കാറുണ്ടായിരുന്നു. പിന്നെ അധികമായിട്ട് കുടിക്കാനായിട്ടില്ലായിരുന്നു. എല്ലാവർക്കും ഓരോ ഗ്ലാസ് വെച്ച് കുടിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ഇന്നുകൂടെ എക്സ്ട്രാ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ട്. ആദ്യം വെക്കും. അത് ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് നമുക്ക് ചവ്വരി ഒന്ന് കഴുകിയിട്ട് വേവിക്കാനായിട്ട് വെക്കാം. ഞാൻ ഇത്രയും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊരു അരക്കലം എന്ന് പറയുന്നത് ചെറിയൊരു പാത്രമാണ്. ഇതിന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നിന്ന് വേവിക്കാനായിട്ട് വെക്കാതെ അതിന് ശേഷം നമുക്ക് പായസം നമ്മൾ ശർക്കര വെച്ചല്ലേ ഉണ്ടാക്കുന്നത്, പഞ്ചസാര വെച്ചാണ്. ശർക്കര വെച്ചുണ്ടാക്കുന്നവർക്ക് ശർക്കര വെച്ചുണ്ടാക്കാം. ഞാൻ പഞ്ചസാര വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി കളർ വേണമല്ലോ. അപ്പം ഞാൻ അതിന് ഇച്ചിരി പഞ്ചസാര ക്യാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കാണിക്കാം. ഞാൻ പഞ്ചസാര ക്യാരമൽ ചെയ്യാനായിട്ടൊരു പാത്രം വെച്ച് ഇനി നമുക്കൊരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒത്തിരി വേണ്ടല്ലോ. നമുക്ക് ചെറുതായിട്ടൊന്ന് കളറ് പഞ്ചസാര ഉരുകി തുടങ്ങിയിട്ടുണ്ടേ. ഒത്തിരി തീ കൂട്ടി വെക്കരുത്. ഒരുപാട് കറുത്ത് പോകാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് പറഞ്ഞാൽ കളറ് മാറുകയും വേണം, ഒരുപാട് കറുത്ത് ഇതാവുകയും ചെയ്യരുത്. അതേ രീതിയിലാക്കി എടുക്കണേ. ഇത് മതിയാവും. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. തീ ഓഫ് ചെയ്ത വേറെ ഒന്നിനുമല്ല. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. അതൊന്ന് മെൽറ്റാണല്ലോ. ശ്രദ്ധിച്ച് ഒഴിക്കുക. നമുക്കൊന്ന് ഞാൻ രണ്ടാമത് തീ കത്തിച്ചു. ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കാവേ.
പാലും വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാം, പക്ഷെ അത് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ. അതായത് നമ്മുടെ കാരമല് ചെയ്ത് പഞ്ചസാര ഒന്ന് തണുത്തതിന് ശേഷം പാലൊന്ന് ഒഴിച്ച് അത് തണുക്കുമല്ലോ, തണുത്തതിന് ശേഷം അല്ലേ പാല് പിരിയും. ഞാനതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. കണ്ടോ, അതൊക്കെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ടേ. അപ്പം അത് ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ ചവ്വരി ഇവിടെ കിടന്ന് വേകുന്നുണ്ട് കേട്ടോ. ചവ്വരി വേവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ക്യാരറ്റൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റൊക്കെ ഗ്രേറ്റ് ചെയ്തെടുക്കാവേ. ഗ്രേറ്റ് ചെയ്യട്ടെ. ഞാനെടുത്ത പാത്രം ചെറുതായിപ്പോയി. അപ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ 2 ഫുള്ള് എടുത്തില്ല കേട്ടോ, 1.5 മുറിയേ എടുത്തുള്ളൂ ക്യാരറ്റ്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് പായസത്തിന് ചേർക്കാനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഒന്ന് നെയ്ക്കകത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചേ ഉള്ളൂ, ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ. അല്ലെങ്കിലും ഇതിട്ടാൽ ഞങ്ങൾ രണ്ടും മാത്രം, ഞാനും അപ്പൂസും മാത്രം ഈ എന്താ പറയുക മുന്തിരിങ്ങയൊക്കെ തിന്നേണ്ട അവസ്ഥയാണ്. അവർ രണ്ടുപേരും അതിന് തെറ്റിപ്പോയി. ഇതൊക്കെ ഒന്ന് അണ്ടിപ്പരിപ്പ് കുറച്ചല്ലേ ഉള്ളൂ, അപ്പം നമുക്കൊന്ന് പീസാക്കിയിടാം, ചെറുതാക്കിയിടാം. കുറച്ചുള്ളതിൻ്റെ തന്നെയല്ല, നമ്മൾ ഈ ക്യാരറ്റ് പായസത്തിനൊക്കെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ഒന്ന് കഴിക്കാനായിട്ട്. ബദാമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എൻ്റെ കയ്യിൽ ബദാമൊന്നുമില്ല. ഞാൻ നമ്മുടെ ഉരുളിയൊക്കെ വെച്ചു, നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഒരു 2-3 സ്പൂണ് നെയ്യേ ഒഴിച്ചു കൊടുത്തുള്ളേ. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാവേ. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പൊക്കെ മൂത്ത് ഇനിയിപ്പം മുന്തിരിങ്ങയും ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് അതിനകത്തോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാവേ. ആ നെയ്ക്കകത്തോട്ട് തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തു കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി ഒന്നത് ഇതാക്കിയെടുക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറുന്നിടം വരെ ഇളക്കാവേ. നമ്മൾ അതിൻ്റെ ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ മാറി. ഇനി നമുക്ക് പാലൊഴിച്ച് കൊടുക്കാവേ. തീ കുറച്ച് വെച്ചിട്ട് ഞാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തേക്കുന്നത്. പാലൊഴിച്ച് കൊടുക്കാം. നമുക്ക് തീ കൂട്ടി വെച്ച് കൊടുക്കാവേ. തീ കൂട്ടി വെച്ച് കൊടുത്തു. ഇനി അതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം, അതൊന്ന് വേവട്ടെ. അപ്പോൾ അത് ഒരു ശകലം വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം. എന്താ ക്യാരറ്റിൻ്റെ കളറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ, എന്ത് ഭംഗിയാണ് കാണാൻ. നമുക്ക് ഈ ക്യാരറ്റ് കുക്കറിലിട്ട് വേവിച്ചിട്ടും പായസം വയ്ക്കാവേ. പക്ഷേ എനിക്ക് അങ്ങനെ എന്തോ ഒരു തോന്നിയില്ല. ഇതാകുമ്പം കുറച്ചിങ്ങനെ നമ്മൾ കഴിക്കുമ്പോൾ പായസം കഴിക്കുമ്പോൾ ഇങ്ങനെ കടിച്ച് കഴിക്കാമല്ലോ. അപ്പം അത് ആവട്ടെ.
അപ്പോൾ സിമ്പിളായിട്ടൊക്കെ വെക്കാനുള്ള എല്ലാവർക്കും പറ്റുന്നതാണ്. നമ്മൾ വലിയ കാര്യമായിട്ട് ഓർക്കും, നമ്മൾ ഓർക്കും ഭയങ്കര പാടായി ക്യാരറ്റ് പായസവും. സത്യം പറഞ്ഞാൽ ചെയ്ത് നോക്കുമ്പോഴേ ഇതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പച്ചപ്പാലാണെങ്കിൽ ഒഴിച്ചു കൊടുത്തത്, പാല് കാച്ചിയതൊന്നും അല്ലായിരുന്നു ഒഴിച്ചു കൊടുത്ത്. അത് വേവട്ടെ, നമുക്ക് ഇപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് എനിക്ക് അളവ് പറയാൻ അറിയത്തില്ല, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇത്രയും പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ നോക്കും മധുരം കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ട് കൊടുക്കും. ചിലർക്ക് മധുരം കൂടുതൽ, മധുരം മുന്നിൽ നിൽക്കണം പായസത്തിനൊക്കെ. ചിലർക്ക് മധുരം തീരെ കുറച്ച് മതിയല്ലോ. അപ്പം മധുരമൊക്കെ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഇട്ട് കൊടുക്കുക. അതിനൊന്നും എനിക്ക് അളവ് പറയാൻ അറിയത്തില്ല. അപ്പോൾ പാലും ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നു. അപ്പം മധുരം ഞാൻ നോക്കിയപ്പോൾ മധുരം കുറച്ച് കുറവാണ്. അപ്പം ഞാൻ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്തേ. കുറച്ചുകൂടെ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇളക്കാം. ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നില്ലേ നമ്മുടെ ചവ്വരിയും കൂടെ ചേർത്ത് കൊടുക്കാവേ. ചവ്വരി ചേർക്കുമ്പോഴത്തേക്ക് നല്ല കൊഴുപ്പാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഇത് കുറച്ച് കഴിയുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല മണമൊക്കെയാണ്. അന്നേരമാണ് ഒരു എന്താ പറയുക, പായസത്തിൻ്റെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. എല്ലാവരും അടപ്രഥമനും സേമിയ പായസവും അല്ലാതെ ഉള്ള അടപ്പായസവും അങ്ങനെയൊക്കെ പ്രാവശ്യം വെച്ച് മടുത്തവരൊക്കെ ഈ പ്രാവശ്യം ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കുക. ക്യാരറ്റ് പായസം വെക്കുക. എല്ലാവരും വെക്കുന്നതൊക്കെയാണ്. അത് നമുക്ക് തോന്നും ഇതൊക്കെ ഭയങ്കര ഭാരിച്ച പണിയാണ്. പക്ഷെ അല്ല, സിമ്പിളാണ്. എന്താണേലും പരീക്ഷിച്ച് നോക്കുക. നന്നായി കഴിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ സംഭവങ്ങളൊക്കെ ഇനി ഇടാൻ ബാക്കിയാണ്. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മൾ പഞ്ചസാര ക്യാരമൽ ചെയ്ത് വെച്ചല്ലോ കളറിന് വേണ്ടി, അതും കൂടെ ചേർത്ത് കൊടുക്കാതെ. അത് ചേർത്ത് കഴിഞ്ഞ് തിളയ്ക്കണ്ട കേട്ടോ. നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് ഞാനൊരു 3-4 ഏലക്ക ചതച്ചെന്ന് പറഞ്ഞാൽ ശരിക്കും പൊടിച്ചിട്ടില്ല, ഒന്ന് പൊടിച്ച് അതിൻ്റെ ആ ഏലക്കയുടെ കുരുവൊക്കെ ഒന്ന് പൊടിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഇതിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്നെന്ന് വിചാരിച്ചൊന്നും തോന്നണ്ട. അതൊരു 5 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് കുറുകും. നമ്മൾ ചവ്വരിയൊക്കെ ചേർത്തതല്ലേ, അപ്പോൾ അത് നന്നായിട്ട് കുറുകും. അപ്പോൾ നമ്മുടെ പായസമൊക്കെ തണുത്തൊരു 5 മിനിറ്റ് ആയേ. ഇരിക്കുന്നതിനനുസരിച്ച് കുറുകി വരുവേ നമ്മുടെ പായസമേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും പായസവും ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാവേ. അപ്പോൾ ഇനി ഞാനിത് കുടിക്കട്ടെ.